Hi guys, welcome to Double Barrel. Today we are going to shoot a എൻഗേജ്മെന്റ് വീഡിയോ. അപ്പോൾ ആരുടെ എൻഗേജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ആരുടെ എൻഗേജ്മെൻ്റ്. കാണിക്കാൻ അങ്ങ് പറ. പറയാം എന്നാ ഞങ്ങളുടെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ്. വേറെ ആരുടെ അല്ല, ഞങ്ങളുടെ സ്വന്തം അനിയത്തിയുടെ. ഒരു ചേട്ടന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്കിതൊരു അഭിമാന നിമിഷം. ഞങ്ങൾ ഞാൻ ചന്ദനം തൊട്ടല്ലോ. അതൊക്കെ പിന്നെ തൊടാം. ഇപ്പം എന്തായാലും നമ്മൾ വേറൊരു കാര്യത്തിന് വന്നതാണ്. ആദ്യം ഇത് പകർത്തിയിട്ട് പോയി ചന്ദനം വീട്ടിൽ പോയി അവിടെ വലിയ വലിയ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. സേവ് ദ ഡേറ്റ് അല്ലേ കേട്ടോ ഇത്. നമുക്കൊക്കെ വിളക്കുന്നതല്ല. അത് രാവിലെ ഒന്നും കഴിക്കാത്ത മതി അങ്ങോട്ട് പോകും. ഇത്ര മതി. ഓക്കെ ബൈ. ഞങ്ങൾ അപ്പോൾ ചെന്ന് കാണിച്ചു തരാം. ഓക്കെ വളല്ല ഉണ്ടോ എടുക്കട്ടോ. ഇവരെയൊക്കെ എടുത്തേക്കാം. കണ്ട അവരുടെ ക്യാമറമാർ ഓരോ പോസ് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവന്മാരെ തെറിപ്പിക്കുകയാണ്. എന്നിട്ട് എന്തൊരു ചിരി. ഇതുവരെ ക്യാമറ ഓണാക്കി എങ്ങനെ ചിരിക്കാത്തവൾ നിന്ന് ചിരിക്കുന്ന ചിരിയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? മേക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയാലേ ഉള്ളൂ. ഇവിടെ കമന്റ് പറയാമല്ലേ? ക്യാമറ ഇല്ല, ഫോട്ടോ എടുക്കുമല്ലോ, വീഡിയോ. എന്തായാലും പറഞ്ഞു. നീയുണ്ട് നിന്നെ കാണിക്കും. ഇത് വല്ല കട്ട് ചെയ്യാൻ പറയാണല്ലോ, കട്ട് ചെയ്യത്തില്ലേ? അശ്വിനെ ഇവനല്ല കേട്ടോ കല്യാണ ചെക്കൻ. എൻ്റെ അടുത്താൻ വന്നു. എടാ അവിടെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അമ്മ അവനെ എടുത്ത് ഒക്കത്ത് വെച്ചോ. നീ കൊടുക്കടി അത്. വീഡിയോ എടുത്തോ. തിരിച്ചോ. കുട്ടി ഇങ്ങോട്ട് നോക്ക്. ഈ അവസരത്തിൽ കമ്മിറ്റഡ് ആകാൻ പോകാണല്ലോ ഒഫീഷ്യലായിട്ട്. സോ ഈ അവസരത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ്? ലോക്കായിപ്പോയി എന്നാലും ഞാൻ വായി നോക്കും. കുടുംബത്തിൻ്റെ മഹാത്മിക കാണിച്ചിരിക്കുകയാണ് കുട്ടി. നമുക്ക് ടെൻഷനുണ്ടോ? നല്ല തോതിൽ. പക്ഷെ എൻ്റെ മുഖത്തൊന്നും അറിയുന്നില്ല, തീരെ അറിയുന്നില്ല. ഇത് എത്ര കിലോ വരും ഇത് മൊത്തത്തിൽ? ഒന്നെടുത്ത് പൊക്കി നോക്കടാ. എന്ത് പണ്ടാരാണ്. അതേ വരുള്ളൂ. ഞാൻ ഇടുന്നില്ല. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എടുത്ത തന്നെയാണ്. എടുത്ത പൊങ്ങൂല. അതെനിക്ക് അറിയൂല. ഇത് ഗോൾഡാന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? നെറ്റിന് തന്നെ ഒരു 10,000-2,000 രൂപ വരും. അതിനടിയിലൊരു കുടയൊക്കെ വെച്ചാണ് തയ്ച്ചു വെച്ചേക്കുന്നത്. മൊത്തം ഒരു അവിടെ വെയിലാടാ, കഷ്ടമുണ്ടാടാ.
അങ്ങോട്ട് വയ്ക്കാമോ? ആക്രാന്തം പാടില്ല, പതുക്കെ കഴിക്കണേ. ഹായ് ഗായ്സ്, ഹായ്. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതെ, ഞങ്ങൾ വിചാരിച്ചതിലും കിട്ടിയില്ലായിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഇന്നൊരു വശപ്പശക്ക്, മൊത്തം പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ബാക്കി നീ പറയടേ, നീ പറയടേ. അതെ, അവന് പനിയും തൊണ്ടവേദന. അതെ, നീ എന്താ ഇപ്പം കാണിച്ച് ഞാൻ കണ്ടു കേട്ടോ. അല്ല, സദ്യ ആണെങ്കിലും ഇപ്പം എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അതിനകത്തറിയാം. അല്ല, ഞാൻ കുറച്ച് കൺഫ്യൂഷൻ എന്താ അതിന് പറയുന്നത്? എന്തോ എൻ്റെ പനിയുടെ ആണോ? അല്ല, പിന്നെ അതിനകത്ത് എന്താ ഈ പറയുന്നതിന് എന്താ ഇത്ര കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് എനിക്ക് ഇടയ്ക്ക് എന്തോ എവിടെ കയറി വന്നു. നീ ഇതിനകത്ത് വേണ്ടാത്ത വാക്കൊക്കെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. ഇതുപോലെ അതെ, കുറച്ച് കട്ടി കൂടിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ഭയങ്കര കട്ടി വെക്കാം. അല്ല, കൺഫ്യൂഷനിൽ ഒതുങ്ങിപ്പോയി. ഞാൻ കുറച്ച് കൂടിയതാണ് ഉപയോഗിക്കാൻ നോക്കിയത്. മതി കാര്യത്തിലോട്ട്. അത് ഇതിൻ്റെ സംസാരിക്കാൻ വയ്യില്ലേ? അത് വയ്യാത്തോണ്ട് എൻ്റെ തൊണ്ടവേദന മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പനിയാ. വേറൊന്നുമല്ല, നമ്മൾ സ്വന്തമാണ്, അല്ല നമ്മുടെ കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്ന ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. നമ്മുടെ രക്തബന്ധം പോലും നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ വിചാരിക്കാത്ത ആൾക്കാരുണ്ട്, കുറേ പേര് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അതിന് അവരോട് വളരെയധികം നന്ദി. നന്ദി മാത്രമേ ഉള്ളൂ. നീ വേറൊന്നും പറയല്ലേ, വലിച്ചു കിട്ടൊന്നുമില്ല, അത്രയേ ഉള്ളൂ പറയാം. പോകുന്നവരെ പോട്ടെ, അവരൊക്കെ സ്കിപ്പ് അടിച്ച് പോയി, പോകുന്നവരെ പോട്ടെ. അതെ, വെറുതെ ഇത്രയും നല്ലൊരു ദിവസത്തിൽ ഇത്രയും അത് അവരുടെ ക്യാരക്ടർ കാണിക്കുന്നു. ക്യാരക്ടർ അത് അസൂയക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ല. അത്രേ ഉള്ളൂ, അത്രേ വിചാരിച്ചാൽ മതി. എനിക്ക് സത്യം പറഞ്ഞ വിഷമമൊന്നുമില്ല. അവരുടെ ഇത് ഓർത്തിട്ട് വെറും സഹതാപമേ തോന്നുള്ളൂ. അത്രേ ഉള്ളൂ, അത് വിട്ടാൽ മതി. അവരങ്ങനെ കാണിച്ചു, വിട്ടു. പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കൂടപ്പിറപ്പുകൾ, അത് ഒറ്റ വാക്കി പറഞ്ഞ കൂടപ്പിറപ്പുകൾ. പറയട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓർത്തിട്ട് തന്നെ ഇപ്പൊ വല്ലാണ്ട് വരുവാ. അത് വിട്ടെ ഈ നല്ലൊരു ഇത് കുത്തിക്കയറ്റുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇഷ്ടപ്പെടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ.